ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ആൻഡ് മൈ ഫാമിലി. സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ചലഞ്ചാണ് ബ്ലൈൻഡ് ടെസ്റ്റ് ചലഞ്ച്. അതായത് നമ്മളൊരു തുണി വെച്ച് കണ്ണ് കെട്ടും, എന്നിട്ട് കുറച്ച് സാധനങ്ങൾ ഫ്രണ്ടിലേക്കും അത് ഏതൊക്കെയാണെന്ന് കറക്റ്റായിട്ട് ഗസ് ചെയ്യണം. അതാണ് ഇന്നത്തെ ചലഞ്ച്. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ പൊന്നനും കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാണ് സാധനങ്ങളെന്ന് ഗസ് ചെയ്യണം. അപ്പോൾ അതാണ് ഇന്നത്തെ ചലഞ്ച്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇല്ലില്ല, ഞാൻ ഊഹം പറഞ്ഞതാ. 4. അതെന്തോ കടുകാണോ? കടുകാണോ? അല്ല, കടുകല്ല. എന്തുട്ടാ എന്തിട്ടാ വേസ്റ്റ് എടുത്തോ? കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യണം. കുക്കുംബർ. കറക്റ്റ്. അപ്പോ ഫസ്റ്റത്തെ ഇതാണ്. മണത്തോക്കാൻ പറ്റുമോ? ഒരു വട്ടം. കടുകാണോ? അല്ല. കടുകല്ല. അല്ല. കാണാനില്ല. പഞ്ചസാര. അല്ല. എന്തത്? അതെന്തോ കടുകാണോ? കടുകാണോ? അല്ല, കടുകല്ല. കടുകല്ല. പിന്നെന്തത്? ആ, മറ്റേ ഷുഗർ ബോൾസ് ആണോ കേക്കില് ആക്കണത്? ചാൻസ് കഴിഞ്ഞു. 3 റൗണ്ട് ചാൻസ് എന്താ കഴിഞ്ഞു. എന്താ? റാഗി. നമ്മൾ അടുത്ത റൗണ്ടിൽ എടുത്തിരിക്കുന്നത് ഇതാണ്. അപ്പൊ ഇതിന്റെ പേര് ഗസ് ചെയ്യാൻ പറ്റും. കടിക്കും. ഇതാക്കാൻ പറ്റും. ആ, മണത്തോക്കാം. ഒരു പ്രാവശ്യം മണത്തോക്കാം. മണലിന്റെ വാക്കില് പറഞ്ഞു. ഉലുവയാണോ? ഒലിവിന്യ. രണ്ടാമത്തതും കറക്റ്റായിട്ട് ഗസ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അടുത്ത് വെക്കണത് ഇതാണ്. അപ്പൊ 3 ചാൻസ് ഉള്ളു കേട്ടോ. ആ, ഇത് മറ്റേത്. ഏത്? മറ്റേ സാധനം ഒലിവിയ. അല്ല. മനസ്സിലായി സാധനം, പക്ഷെ പേര് കിട്ടുന്നില്ല. അതല്ല പറയണ്ടേ, ടാസ്ക് പറഞ്ഞതല്ലേ. ഉഴുന്നും പരിപ്പ്. ഉഴുന്നും പരിപ്പാണ്. അപ്പൊ അച്ചി റൗണ്ടില് ജയിച്ചു. ഇത് കുറച്ച് ഡേഞ്ചറസ് ആണ്. ഇതിപ്പോ ഞാൻ ഗസ് ചെയ്യാൻ ചാൻസ് ഇല്ല. ഗസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, എന്നാലും ഗസ് ചെയ്യാൻ ചാൻസ് ഇല്ല. 2 എണ്ണം വെച്ചിട്ടാ. എന്താ? ടിഷ്യൂ പേപ്പറാ? ഇതാണ് കൊടുക്കാൻ പോണ്. മണത്തൊക്കെ പറ്റുമോ? മറ്റേത് ഓട്സാ? അവലാണോ? ഒരെണ്ണം ഉറപ്പിക്ക്. ഓട്സ്. ഉറപ്പിച്ച ശരിയാണ്. മണത്തൊക്കെ പറ്റില്ലേ? മണത്തോക്കാം. ഒരു പ്രാവശ്യം മണത്തോട്ടെ. ഇത് ഗോതമ്പൊടി. ഉറപ്പിച്ച? അരിപ്പൊടി. ടേസ്റ്റ് ചെയ്തൊക്കാൻ പറ്റില്ല കേട്ടോ, മണത്തോക്കാനേ പറ്റുള്ളൂ. ഗോതമ്പൊടി. ഉറപ്പിച്ചു. തെറ്റുത്തരമാണ്, അരിപ്പൊടിയാണ്. കൺഫ്യൂഷൻ ആക്കും നമ്മളങ്ങനെ. വേസ്റ്റ് സത്യം പറയ്, വേസ്റ്റ് ആണോ? അല്ല, വേസ്റ്റ് ഒന്നല്ല. സവാളയുടെ തോട്, മുട്ടയുടെ തോട്. മുട്ടയുടെ തോട്. കറക്റ്റാണ്. ഈ സാധനം പറയാൻ പറ്റില്ല.
കാരണം ഇത് കുറച്ച് എക്സ്പേർട്ടുകൾക്ക് മാത്രം പറയാൻ പറ്റുന്നത്. മണക്കാൻ പറ്റില്ല. എന്ത് മണക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നല്ല മണം വരും. മണക്കാൻ പറ്റില്ല. ഇതിന് മണം നന്നായി വരുന്നുണ്ട്. ഇത് പേര് കിട്ടില്ല. മുളക് പൊടിയാ? മുളക് പൊടി അല്ല ഗൈസ്, ഇത് മുളക് പൊടി അല്ല. മഞ്ഞൾപ്പൊടി? മഞ്ഞൾപ്പൊടി ഇല്ല. ഒരു ചാൻസ് കൂടി ഇടാം. 3 ചാൻസ് ഉള്ളോ പറയാം. 3 ചാൻസിനുള്ളിൽ പറയണം. ഗരം മസാല? അങ്ങനെ ഒരെണ്ണം നമ്മൾ സക്സസ്ഫുള്ളി തെറ്റിച്ചിരിക്കുകയാണ്. ഇതിന്റെ പേരാണ് എന്താ പേര്? മല്ലിപ്പൊടി. മല്ലിപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അമ്മയാണ് ഇത് എടുത്തത്, അതുകൊണ്ട് എനിക്ക് പേര് അങ്ങനെ അറിയില്ല. നെക്സ്റ്റ് നമ്മള് ഇതാണ് ഇറക്കാൻ പോകുന്നത്. എന്താ ഇത്? കുറച്ച് പേടിക്കാനുള്ളതാണ്. എറിഞ്ഞ് പൊട്ടിക്കല്ലേ? വിലയുള്ള എന്താ സാധനമാണ് മറ്റേത്. കൽക്കണ്ടത്തിന്റെ വലിയ പീസ് എങ്ങനെയാണോ? പൊട്ടിക്കല്ലേ? മണത്തോക്കട്ടെ. മണത്തോക്കിക്കോ. ഒരു വട്ടം മതി. ശർക്കരയാണോ ഇങ്ങനെ ഇരിക്കുന്നത്? അതാണ്. മറ്റേത് കറക്റ്റായിട്ട് പറ. എന്നിട്ടാ അറിയോ? ശർക്കരയുടെ വർഗത്തിൽ പെട്ടെന്തെങ്കിലും ആണോ? അറിയോ? ഇല്ലേ? പനം കൽക്കണ്ടാണോ? അല്ല. അറിയില്ല. എന്നിട്ടാ കല്ലാണോ? ഇനി മണം വരില്ല. പനഞ്ചക്കര. പനം കൽക്കണ്ട വരെത്തിനെ. പക്ഷെ ശർക്കര കിട്ടി, പനയും കിട്ടി. എന്നിട്ടാ പാറ്റേനൊക്കെ പിടിച്ച് വെക്കും ഞാൻ ചെറുപ്പം. എവിടെയാ? ഇവിടെ കിടക്കണ്ട 3-4 ഇട്ടുണ്ട് ഞാൻ. എന്തിച്ച് വാലൊക്കെ ഉള്ള സാധനം ട്ടാ. എനിക്കറിയില്ല. വേണ്ട, എനിക്ക് പേടി തൊടാൻ. എന്നിട്ടാ തോറ്റ് പറയും. ഒന്നും കൂടി തൊട്ടോക്ക്. ഞാൻ വേണ്ട വേസ്റ്റ് കൊട്ടയൊക്കെ എടുത്തിട്ട് പറയും. അമ്മയാണ് തന്നത് എനിക്ക് എടുത്തിട്ട്. അല്ല, എന്തിട്ടാ ഔട്ടായാ? വെളുത്തുള്ളി. ഇതാണ് കൊടുക്കാൻ പോണ്. കേൾക്കണം വെച്ച. ഓ മറ്റേത് ഗ്രാമ്പൂ, പട്ട ഉറപ്പിച്ചു, കറുവപ്പട്ട. ആ ശരിയാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചലഞ്ചിന്റെ വിന്നർ ആരാ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനിയും നമുക്കിതുപോലെ പുതിയ വീഡിയോ വരുന്നവരേക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാണ്ടത് എത്രയാ? 2. കറക്റ്റ് പറഞ്ഞു. ഇല്ലില്ല, ഞാൻ ഊഹം പറഞ്ഞതാ. ഇതെത്രയാ? 4. കറക്റ്റ് പറയുന്നത് പറഞ്ഞതാ. ഇതെത്രയാ? 5. അല്ല, ഞാൻ വെറുതെ പറഞ്ഞതാ, ശരിക്കും വെറുതെ കാണാനില്ല. മതി